കോട്ടയത്ത് മെഡിക്കൽ കോളേജിന് മുന്നിലെ കടകളിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 3 കടകളിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് 2 കടകളിലേക്ക് ഭാഗികമായി തീ പടർന്നിരിക്കുന്നു. ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത്. കോട്ടയം ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഷിനോ ജസ്റ്റി വിവരങ്ങളുമായിട്ട്. ഒരു ഫുട്വെയർ ഷിനോജി ഒരു 3 നില കെട്ടിടമാണെന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ 3 നില കെട്ടിടമാണെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് നടക്കുന്നത്? അക്ഷയ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ കടകളിൽ തീപിടുത്തമുണ്ടായത്. 3 കടകളിലാണ് തീപിടിച്ചത്. പ്രധാനമായും ഈ ആശുപത്രിക്ക് മുന്നിലെ ഈ കടയിൽ, ദൃശ്യങ്ങൾ കാണുന്ന കടയുടെ അവിടെ പ്രധാനമായും ഈ കുട്ടികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്ന കടയാണ്. ഈ കടയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. തുടർന്ന് ഇതിന്റെ മുകളിലത്തെ നിലയിലേക്കും ഇത് തീ പടരുകയായിരുന്നു. തുടർന്ന് അതിന് സമീപമുണ്ടായിരുന്ന മറ്റൊരു കടയിലേക്കും തീ പടരുകയായിരുന്നു. എന്താണ് തീ പടരാനുള്ള ഷോർട്ട് സർക്യൂട്ടാണോ മറ്റെന്താണ് ഇത്തരത്തിൽ തീ പടരാനുള്ള കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും കോട്ടയത്തു നിന്നുള്ള 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല. 3 കടകളിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, അതായത് 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പറയുന്നു. ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണോ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകളോ ഒക്കെ ആളുകളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? ആളുകൾ കടയിലുള്ള സമയത്താണോ തീപിടുത്തം ഉണ്ടായത്? 10 മണി എന്ന് പറയുമ്പോൾ കടയൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ? അങ്ങനെയുള്ള വിവരങ്ങൾ ഷിനോജ്. അക്ഷയ, ഇന്ന് ഈസ്റ്റർ ആയിരുന്നു. സ്വാഭാവികം അതുകൊണ്ട് തന്നെ കടകളൊക്കെ തന്നെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അപകടം, മറ്റ് ആളപായമോ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഇല്ല. ഈ 1 ലക്ഷത്തിന് മുകളിൽ, ഒരു കടയിൽ നിന്ന് മാത്രം 1 ലക്ഷത്തിന് മുകളിലുള്ള നാശനഷ്ടം ഈ തീപിടുത്തത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ദൃക്സാക്ഷികളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. രാവിലെ 10 മണിയോട് കൂടിയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള 3 കടകളിൽ തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ആദ്യം ഈ കുട്ടികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉള്ള സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്ന കടയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. അതിന് മുകളിലത്തെ നിലയിലേക്ക് തീ പടരുകയായിരുന്നു. തുടർന്ന് അതിന് സമീപമുണ്ടായിരുന്ന മറ്റൊരു കടയിലേക്ക് കൂടി ഈ തീ പടരുകയായിരുന്നു. ഇത്തരത്തിലാണ് 3 കടകളിൽ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും കോട്ടയത്തു നിന്നുള്ള 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? മറ്റ് വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? സ്ഥലത്താണ് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ ഫയർഫോഴ്സും മറ്റ് തീ അണയ്ക്കുന്നതിനുള്ള എക്സൈസ് KSEBയുടെ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. തീ അണയ്ക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇവരെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി ഷിനോജ്, എന്തായാലും കോട്ടയം നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈസ്റ്റർ ദിനമായതിനാൽ തന്നെ കടയൊക്കെ അടവായിരുന്നു. അതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല, ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നു. അതിനപ്പുറത്തേക്ക് 3 കടകളിൽ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഷിനോജ് നൽകുന്നത്.